നമസ്കാരം. കൊച്ചി ഞാറക്കലിൽ ഭാര്യയെ കൊലപ്പെടുത്തി കുഴിച്ചുമൂടി. ഞാറക്കൽ സ്വദേശി രമ്യയാണ് കൊല്ലപ്പെട്ടത്. ഭർത്താവ് സജീവൻ പോലീസ് പിടിയിലായി. എം.എസ്. അനീഷ് കുമാർ ചേരുന്നു. അനീഷ്, എന്താണ് സംഭവിച്ചത്? ധന്യ അത്യന്തം നാടകീയമായ സംഭവങ്ങൾ തന്നെയാണ് ഈ കേസിൽ നടന്നിരിക്കുന്നത്. വൈപ്പിൻ സ്വദേശികളാണ് ഈ മരിച്ച രമ്യ എന്ന യുവതിയും ഭർത്താവ് സജീവനും. ഇവർ ഈ ഞാറക്കൽ പ്രദേശത്ത് വാടകയ്ക്ക് താമസിക്കാൻ എത്തിയതായിരുന്നു. 1.5 വർഷം മുമ്പാണ് രമ്യയെ വീട്ടിൽ നിന്നും കാണാതാവുക ഉണ്ടായത്. ഇതേ തുടർന്ന് ബന്ധുക്കളും അയൽവാസികളും ഒക്കെ ഭർത്താവ് സജീവനോട് ഇക്കാര്യം അന്വേഷിച്ചെങ്കിലും രമ്യ ബാംഗ്ലൂർക്ക് പോയി എന്ന ഒരു വിശദീകരണമാണ് ഇയാളുടെ ഭാഗത്തു നിന്നും കിട്ടിയത്. എന്നാൽ ഈ ബാംഗ്ലൂരിൽ പോയ രമ്യ പിന്നീട് ഒരിക്കലും ഈ ബന്ധുക്കളെയോ മറ്റ് സുഹൃത്തുക്കളെയോ ഒന്നും വിളിക്കാതിരിക്കുകയും രമ്യയെക്കുറിച്ച് യാതൊരു വിവരമില്ലാതിരിക്കുകയും ചെയ്തതോടെയാണ് രമ്യ എവിടെ പോയി എന്നത് സംബന്ധിച്ച ഒരു സംശയം നാട്ടിൽ പരന്നത്. ഇതേ തുടർന്ന് ബന്ധുക്കളടക്കമുള്ളവർ ഇക്കാര്യങ്ങളെ കുറിച്ച് അന്വേഷിക്കാൻ തുടങ്ങി. ഇതോടെ സജീവൻ പോലീസിലൊരു പരാതി നൽകി തന്റെ ഭാര്യയെ കാണാതായി എന്ന് സൂചിപ്പിച്ചുകൊണ്ട് ഇതിനു ശേഷമാണ് പിന്നീട് ഈ പത്തനംതിട്ടയിലെ നരബലി കേസുകളുമായി ബന്ധപ്പെട്ട് സംസ്ഥാനമൊട്ടാകെ പരക്കെയുള്ള അന്വേഷണങ്ങൾ, ഈ ദുരൂഹ സാഹചര്യങ്ങളിൽ കാണാതായ സ്ത്രീകൾ, അത്തരത്തിൽ മറ്റ് കാണാതായ ആളുകൾ എന്നിവരുമായി ബന്ധപ്പെടുത്തിയുള്ള അന്വേഷണം വളരെ ഊർജിതമായി പുരോഗമിച്ചത്. ഇതിന്റെ ഭാഗമായി വീണ്ടും സജീവനെ ഈ പോലീസ് വിളിച്ചു വരുത്തുകയും ചോദ്യം ചെയ്യുകയും ചെയ്തു. ആദ്യ ചോദ്യം ചെയ്യലിൽ തന്നെ ചില പൊരുത്തക്കേടുകൾ ഇയാളുടെ മൊഴിയിൽ പോലീസ് കണ്ടെത്തി. പിന്നീട് വിശദമായ മൊഴിയെടുക്കൽ നടത്തിയപ്പോഴാണ് ഇത്തരത്തിൽ താൻ ഭാര്യയെ കൊന്നു എന്ന ഒരു വെളിപ്പെടുത്തൽ ഇയാളുടെ ഭാഗത്തു നിന്നും ഉണ്ടായത്. എന്തായാലും വീടിനോട് ചേർന്ന് തന്നെയാണ് മൃതദേഹം കുഴിച്ചിട്ടത്. ഏതാണ്ട് സിനിമ മോഡൽ ഉള്ള കൊലപാതകമാണ് എന്നാണ് പോലീസിന് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ഇപ്പോൾ വീടിന് സമീപത്ത് ഇത് സംബന്ധിച്ച വിശദമായ പരിശോധന നടന്നുകൊണ്ടിരിക്കുന്നു. മൃതദേഹം കുഴിച്ചെടുക്കുന്നതിനുള്ള നീക്കം നടത്തുന്നു. വലിയ പോലീസ് സന്നാഹങ്ങളും റവന്യൂ അധികൃതരും നാട്ടുകാരും ഒക്കെ സ്ഥലത്ത് സന്നിഹിതരാണ്. ഇതെങ്ങനെയാണ് പുറത്തു വന്നത്? എന്തായിരുന്നു ഇതിന് കാരണമെന്നാണ് അറിയുന്നത്? ചോദ്യം ചെയ്യൽ തുടരുകയാണോ? ഏത് വകുപ്പിലാണ് പോലീസ് കേസ് എടുത്തിരിക്കുന്നത്? ഇവർ തമ്മിൽ ചില പൊരുത്തക്കേടുകൾ ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ കുടുംബപരമായ ചില പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു എന്നാണ് പോലീസ് ഈ ഘട്ടത്തിൽ നൽകുന്ന വിശദാംശം. പ്രതിയെ ഇനിയും വിശദമായി തന്നെ ചോദ്യം ചെയ്യേണ്ടതുണ്ട് എന്ന് പറയുന്നു. എന്തായാലും ദുരൂഹമായ സാഹചര്യത്തിലാണ് ഈ രമ്യയെ നാട്ടിൽ നിന്നും അപ്രത്യക്ഷമായത്. ഇതിനുശേഷം വളരെ തവണ ബന്ധുക്കളും മറ്റുമൊക്കെ നാട്ടുകാരുമൊക്കെ ചോദ്യം ചെയ്തപ്പോഴും ബംഗളൂരുവിലേക്ക് ഒരു ജോലി അന്വേഷിച്ച് അല്ലെങ്കിൽ ജോലിക്കായി രമ്യ പോയതാണ് എന്ന വിശദീകരണമാണ് സജീവന്റെ ഭാഗത്തു നിന്നും ഉണ്ടായത്. എന്നാൽ പിന്നീട് ഈ രമ്യയിൽ നിന്നും ഒരു തരത്തിലുമുള്ള ആശയവിനിമയം ഉണ്ടാവാതെ വന്ന സാഹചര്യത്തിൽ ചില സംശയങ്ങൾ തോന്നിയിരുന്നു. പക്ഷെ അപ്പോഴും സജീവൻ തനിക്ക് കാര്യങ്ങളൊന്നും അറിയില്ല, ജോലിക്കായി ബാംഗ്ലൂരിലേക്ക് പോയ ശേഷം തന്നോടും ബന്ധമില്ല എന്ന തരത്തിലൊക്കെ ഉള്ള ഒഴിവുകൾ പറഞ്ഞ് രക്ഷപ്പെടുകയാണ് ചെയ്തത്. ഇത്തരം ഘട്ടത്തിൽ ഈ കേസുകൾ വീണ്ടും ഒരുപക്ഷെ അന്വേഷിക്കപ്പെടുന്നു. ഇലന്തൂർ നരബലിയുമായി ബന്ധപ്പെട്ട് പലയിടങ്ങളിലായി കാണാതായ ആളുകളെ കുറിച്ച് വീണ്ടും അന്വേഷണമൊക്കെ ആരംഭിച്ചപ്പോൾ ഈ ഷാഫിയെ പോലുള്ള ആളുകൾ ഒരുപക്ഷെ തട്ടിക്കൊണ്ടുപോയതാണോ എന്ന സംശയമൊക്കെ നാട്ടിൽ സജീവമാവുകയും ചെയ്തു. ഇത്തരമൊരു സാഹചര്യത്തിലാണ് ബുദ്ധി ഉപയോഗിച്ച് ഇയാൾ ഈ ഭാര്യയെ കാണാനില്ല എന്ന് ചൂണ്ടിക്കാട്ടി പോലീസിൽ ഒരു പരാതി നൽകി തൽക്കാലം തടി തപ്പുന്നതിനുള്ള ഒരു നീക്കം നടത്തിയത്. എന്നാൽ ഈ നീക്കം തന്നെയാണ് അയാൾക്ക് വിനയാവുകയും പോലീസ് വളരെ വിശദമായി ചോദ്യം ചെയ്യുകയും ഇയാളെ ഒരു സംശയ മുന്നിലേക്ക് നീക്കുകയും ഒക്കെ ചെയ്തത്. എന്തായാലും ഇതിനൊടുവിൽ ആണ് ഈ കുറ്റം ചെയ്തത് താൻ തന്നെയാണ് എന്ന് പോലീസിനോട് ഇയാൾക്ക് സമ്മതിക്കേണ്ടി വന്നത് തന്നെയാണ്. നന്ദി അനീഷ്. വയനാട് മാനന്തവാടിയിൽ കടുവയുടെ ആക്രമണത്തിൽ പരിക്കേറ്റ കർഷകൻ മരിച്ചു. വാലാട് വെള്ളാരംകുന്ന് തോമസ് എന്ന സാലുവാണ് മരിച്ചത്. വെള്ളാരംകുന്നിൽ വനംവകുപ്പ് ഉദ്യോഗസ്ഥരെ നാട്ടുകാർ തടഞ്ഞു. മരിച്ചയാളുടെ കുടുംബത്തിന് 5 ലക്ഷം രൂപ ധനസഹായം പ്രഖ്യാപിച്ച് മന്ത്രി. ഷോളയൂർ മൂലഗംഗല്ലൂരിൽ ആനയുടെ ആക്രമണത്തിൽ ഒരാൾക്ക് പരിക്കേറ്റു. ഊർ നിവാസിയായ വീരനാണ് പരിക്കേറ്റത്. പശുവിനെ മേയ്ക്കാൻ പോയപ്പോഴാണ് കാട്ടാന മുന്നിൽപ്പെട്ടത്. പാലക്കാട് ധോണിയിൽ വീണ്ടും കാട്ടാന ശല്യം. PT7നൊപ്പം 2 കാട്ടാനകൾ കൂടി ഇറങ്ങി. ഇന്ന് പുലർച്ചെയാണ് ആനക്കൂട്ടം ഇറങ്ങിയത്. അതിരപ്പിള്ളിയിൽ കുട്ടിയാനയെ തുമ്പിക്കൈ മുറിഞ്ഞ നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ വനംവകുപ്പ് അന്വേഷണം ആരംഭിച്ചു. ആരാണ് സംഭവത്തിന് പിന്നിലെന്ന് ഇതുവരെ വ്യക്തമായിട്ടില്ല. ഇന്നലെയാണ് അതിരപ്പിള്ളി എസ്റ്റേറ്റിൽ കുട്ടിയാനയെ ഗുരുതര പരിക്കേറ്റ നിലയിൽ കണ്ടെത്തിയത്. ശശി തരൂരിന്റെയും TN പ്രതാപന്റെയും നിയമസഭാ മോഹത്തിനെതിരെ AK ആന്റണി. പാർലമെന്റ് തെരഞ്ഞെടുപ്പിനെക്കുറിച്ച് മാത്രം ഇപ്പോൾ സംസാരിച്ചാൽ മതി. KPCC നിർവാഹക സമിതി യോഗത്തിലാണ് ആന്റണിയുടെ നിർദ്ദേശം. തെരഞ്ഞെടുപ്പിന് ഒരുങ്ങാൻ സമയമായെന്നും ആന്റണി.
ശശി തരൂർ എംപിയുടെ രണ്ടാം മലബാർ പര്യടനത്തിൽ മുഖ്യമായും കൂടിക്കാഴ്ചകൾ മുസ്ലിം മതസംഘടനാ നേതാക്കളുമായി. മലപ്പുറത്ത് ജില്ലാ പഞ്ചായത്ത് സംഘടിപ്പിച്ച നൂറ് കേഡേഴ്സ് എന്ന പരിപാടി ഉദ്ഘാടനം ചെയ്ത അദ്ദേഹം പി കെ കുഞ്ഞാലിക്കുട്ടിക്കൊപ്പം വേദി പങ്കിടുകയും ചെയ്തു. കോൺഗ്രസ് സ്ഥാനാർത്ഥിത്വ വിഷയത്തിൽ നിലപാട് വ്യക്തമാക്കി പി കെ കുഞ്ഞാലിക്കുട്ടി. അത് കോൺഗ്രസിന്റെ കാര്യമാണ്, ലീഗ് അക്കാര്യത്തിൽ ഇടപെടാറില്ലെന്നും കുഞ്ഞാലിക്കുട്ടി. ഭക്ഷ്യവിഷബാധ തടയാൻ നടപടി. മയണൈസിൽ പച്ചമുട്ട ചേർക്കുന്നത് നിരോധിച്ചു. ഹോട്ടലുകൾക്ക് വൃത്തിയുടെ അടിസ്ഥാനത്തിൽ റേറ്റിംഗ് ഏർപ്പെടുത്തും. പാഴ്സലിൽ പാക്കിംഗ് സമയവും കഴിക്കേണ്ട സമയവും രേഖപ്പെടുത്തണം. ഭക്ഷ്യസുരക്ഷാ നടപടികൾ കർക്കശമാക്കുമെന്നും ആരോഗ്യമന്ത്രി. എറണാകുളം കളമശ്ശേരിയിൽ 500 കിലോ പഴകിയ കോഴിയിറച്ചി പിടികൂടി. കൈപ്പടമുകളിലെ സെൻട്രൽ കിച്ചണിൽ നിന്നാണ് പഴകിയ കോഴിയിറച്ചി പിടിച്ചത്. കളമശ്ശേരി നഗരസഭ ആരോഗ്യ വിഭാഗമാണ് റെയ്ഡ് നടത്തിയത്. കലോത്സവത്തിലെ വിവാദങ്ങൾ അനാവശ്യമെന്ന് കേന്ദ്രമന്ത്രി വി മുരളീധരൻ. കേരളത്തെ ആശങ്കാജനകമായ സാഹചര്യത്തിലേക്ക് തള്ളിവിടുന്നു. പഴയിടത്തിനും കനകദാസിനും കേരളത്തിൽ ജീവിക്കാൻ കഴിയാത്ത അവസ്ഥ. സിപിഎമ്മിലെയും കോൺഗ്രസിലെയും ചില നേതാക്കൾ വർഗീയത വളർത്താൻ ശ്രമിക്കുന്നുവെന്നും വി മുരളീധരൻ. പഴയിടത്തിന് പിന്തുണയുമായി മന്ത്രി വി എൻ വാസവൻ. മനുഷ്യ നന്മയും ധാർമ്മികതയും ഉയർത്തിപ്പിടിക്കുന്ന ആളാണ് പഴയിടമെന്ന് മന്ത്രി. സർക്കാർ പഴയിടത്തിനൊപ്പമുണ്ട്. സിപിഎം ഗൃഹസന്ദർശനത്തിന്റെ ഭാഗമായാണ് വാസവൻ പഴയിടത്തിന്റെ വീട്ടിലെത്തിയത്. ലഹരിക്കടത്തിൽ സിപിഎമ്മിൽ പ്രകടമായ ഭിന്നത. ഷാനവാസിനെ തള്ളി സിപിഎം ജില്ലാ സെക്രട്ടറി ആർ നാസർ. ഷാനവാസിന് ക്ലീൻ ചിറ്റ് നൽകിയില്ല. കുറ്റക്കാരനല്ലെന്ന് സജി ചെറിയാൻ പറഞ്ഞിട്ടില്ല. കൂടുതൽ അന്വേഷണം ആവശ്യമായതിനാലാണ് അന്വേഷണ കമ്മീഷനെ നിയോഗിച്ചത്. കുട്ടനാട്ടെ കൂട്ടരാജിയെ തുടർന്നുള്ള തർക്കങ്ങൾ. പരിഹരിച്ചതായി സിപിഎം ജില്ലാ സെക്രട്ടറി ആർ നാസർ. ആരും പാർട്ടി വിട്ടുപോകില്ല. കുട്ടനാട്ടിൽ നിന്ന് ലഭിച്ച പരാതികളിൽ പരിഹാരമുണ്ടാകും. താഴെത്തട്ടിൽ യോഗങ്ങൾ ചേരുമെന്നും നാസർ. കരുനാഗപ്പള്ളിയിലെ ലഹരിക്കടത്ത് കേസിൽ അറസ്റ്റിലായ പ്രതികൾക്ക് ജാമ്യം. ഇജാസ്, സജാദ്, ഷമീർ, തൗസീം എന്നിവർക്ക് ജാമ്യം ലഭിച്ചു. കരുനാഗപ്പള്ളി 1ാം ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയാണ് ജാമ്യം അനുവദിച്ചത്. കരുനാഗപ്പള്ളി ലഹരിക്കടത്ത് കേസിൽ സിപിഎമ്മിനെ പരിഹസിച്ച് കേന്ദ്രമന്ത്രി വി മുരളീധരൻ. കേസിൽ ആരോപണ വിധേയരായ പാർട്ടിക്കാർക്ക് ജാഗ്രതക്കുറവുണ്ടായെന്നാണ് പാർട്ടിയുടെ കണ്ടെത്തൽ. കടത്തുമ്പോൾ പിടിക്കപ്പെടാതിരിക്കാൻ ജാഗ്രത വേണമെന്നല്ലേ നേതൃത്വത്തിന്റെ നയമെന്ന് മുരളീധരന്റെ പരിഹാസം. തിരുവനന്തപുരം നെയ്യാറ്റിൻകരയിൽ വയോധികയുടെ ഭൂമിയും പണവും ആഭരണങ്ങളും തട്ടിയെടുത്ത സിപിഎം കൌൺസിലർക്കും ഭാര്യയ്ക്കുമെതിരെ കേസ്. തവരവിള വാർഡ് കൌൺസിലർ സുജിൻ, ഭാര്യ ഗീതു എന്നിവർക്കെതിരെയാണ് മാരായമുട്ടം പോലീസ് കേസെടുത്തത്. 12.5 സെന്റ് ഭൂമിയും 17 പവൻ സ്വർണവും 2 ലക്ഷം രൂപയും തട്ടിയെടുത്തെന്നാണ് പരാതി. നിക്ഷേപ തട്ടിപ്പ് കേസിൽ സേഫ് ആൻഡ് സ്ട്രോങ് ഉടമ പ്രവീൺ റാണയുടെ അറസ്റ്റ് രേഖപ്പെടുത്തി. ബഡ്സ് ആക്ടും വഞ്ചനാ കുറ്റവും ചുമത്തിയാണ് അറസ്റ്റ്. പ്രവീൺ റാണയുടെ കൂട്ടാളി നവാസിനെയും പോലീസ് കസ്റ്റഡിയിലെടുത്തു. പോലീസ് സേനയിൽ നിന്ന് PR സുനുവിന് പിന്നാലെ ജയാസനിലിനെയും പിരിച്ചുവിടാൻ നീക്കം. അയിരൂർ മുൻ SHOയാണ് പീഡനക്കേസ് പ്രതിയായ ജയസനിൽ. ജയസനിൽ ഉൾപ്പെടെ പ്രശ്നക്കാരായ പോലീസ് ഉദ്യോഗസ്ഥരുടെ പട്ടിക തയ്യാറാക്കി. പരാതിക്കാരനെ കൊണ്ട് SI യുവാവിന്റെ കരണത്തടുപ്പിച്ചെന്ന് പരാതി. കൊല്ലം അഞ്ചാലുമൂട് SI ജയശങ്കറിനെതിരെയാണ് തൃക്കരിവ സ്വദേശി സെബാസ്റ്റ്യൻ കൊല്ലം സിറ്റി പോലീസ് കമ്മീഷണർക്ക് പരാതി നൽകിയത്. സംഭവം വിവാദമായതോടെ ജയശങ്കർ അനൌദ്യോഗിക അവധിയിൽ പ്രവേശിച്ചു. വധശ്രമക്കേസിൽ ജയിലിലടയ്ക്കപ്പെട്ട ലക്ഷദ്വീപ് MP ഹൈക്കോടതിയിൽ അപ്പീൽ നൽകി. 10 വർഷം തടവ് ശിക്ഷ വിധിച്ച കവരത്തി കോടതി ഉത്തരവ് തടയണമെന്നാണ് അപ്പീലിലെ ആവശ്യം. കേസിൽ 307 വകുപ്പ് ചുമത്തിയ നടപടി അംഗീകരിച്ചാണ് ലക്ഷദ്വീപ് ജില്ലാ കോടതി ശിക്ഷ വിധിച്ചത്. കേരള ബാങ്ക് രൂപീകരണത്തിനെതിരായ ഹർജിയിൽ സ്റ്റേയില്ല. നടപടി നിയമാനുസൃതമെന്ന് ഹൈക്കോടതി.
UA ലത്തീഫ് MLA ഉൾപ്പെടെ നൽകിയ ഹർജിയിലാണ് വിധി. സാങ്കേതിക സർവകലാശാല VC-ക്കെതിരായ സിൻഡിക്കേറ്റ് നീക്കത്തിൽ പ്രതികരണവുമായി ഗവർണർ. വൈസ് ചാൻസലറുടെ പ്രവർത്തനത്തിന് നിയന്ത്രണം ഏർപ്പെടുത്തുന്നത് ശരിയല്ല. KTU സിൻഡിക്കേറ്റ് യോഗത്തിൽ നടന്നതിനെക്കുറിച്ച് അറിയില്ല. ആത്യന്തികമായി ദോഷം വിദ്യാർത്ഥികളുടെ ഭാവിക്കാണെന്നും ഗവർണർ. പ്രതിനിധി ഘോഷയാത്രയെ അനുഗമിക്കുന്നില്ല. നടപടി പന്തളം കൊട്ടാരം കുടുംബാംഗം കൈപ്പുഴ മാളികയിൽ കൊട്ടാരത്തിൽ രോഹിണി നാൾ രുക്മിണി തമ്പുരാട്ടി അന്തരിച്ചതിനാൽ മരണത്തെ തുടർന്ന് വലിയ കോയിക്കൽ ക്ഷേത്രം അടച്ചു. ഹൈക്കോടതി ഉത്തരവിനെ തുടർന്ന് നിർത്തിവെച്ച അരവണ വിതരണം സന്നിധാനത്ത് പുനരാരംഭിച്ചു. ഏലക്കയ്ക്ക് ഗുണനിലവാരമില്ലെന്ന് കണ്ടെത്തിയതോടെയാണ് വിതരണം നിർത്തിവെച്ചത്. ഏലക്ക ഒഴിവാക്കി പുതുതായി നിർമ്മിച്ച അരവണ ഇന്നലെ രാത്രി 12 മണിയോടെ വിതരണം ചെയ്തു തുടങ്ങി. നയന സൂര്യന്റെ മരണത്തിൽ അന്വേഷണ സംഘത്തിന് നിർണായക മൊഴി നൽകാൻ സുഹൃത്ത്. സ്വത്ത് വിഷയത്തിൽ നയനയ്ക്ക് നിരന്തരം ഭീഷണിയുണ്ടായിരുന്നു. നയനയെ യുവാവ് മർദ്ദിച്ച സംഭവവും അന്വേഷണ സംഘത്തെ അറിയിക്കും. പത്തനംതിട്ടയിൽ ആറ്റിൽ ഒഴുക്കിൽപ്പെട്ട 2 ഇതര സംസ്ഥാന തൊഴിലാളികളിൽ ഒരാൾ മരിച്ചു. ബംഗാൾ സ്വദേശി രാഹുലാണ് മരിച്ചത്. പെരുന്നാട് പൂവത്തുമൂട് പാലത്തിന് സമീപമാണ് അപകടം. വിരമിച്ചവർക്കുള്ള ആനുകൂല്യങ്ങൾ വിതരണം ചെയ്യാൻ 2 വർഷത്തെ സാവകാശം വേണമെന്ന് KSRTC. ഓരോ മാസവും 3.46 കോടി രൂപ വീതം ആനുകൂല്യങ്ങൾ കൊടുത്ത് തീർക്കാമെന്ന് KSRTC ഹൈക്കോടതിയെ അറിയിച്ചു. മുൻഗണനാക്രമത്തിലായിരിക്കും ആനുകൂല്യങ്ങൾ വിതരണം ചെയ്യുകയെന്നും കോർപ്പറേഷൻ. ഭീതിയും അക്രമവുമില്ലാതെ വർഗീയ ശക്തികൾക്ക് മുന്നോട്ടു പോകാനാകില്ലെന്ന് മനുഷ്യാവകാശ പ്രവർത്തക ടീസ്റ്റ സെതൽവാദ്. നീതിന്യായ വ്യവസ്ഥയെപ്പോലും ക്രിമിനൽ വൽക്കരിക്കുകയാണ് അവർ ചെയ്യുന്നത്. ഒരു നൂറ്റാണ്ടായി ആസൂത്രണം ചെയ്ത നിയമവിരുദ്ധ പ്രവർത്തനങ്ങളിലൂടെയാണ് വർഗീയ ശക്തികൾ അധികാരം നേടിയെടുത്തതെന്നും ടീസ്റ്റ. ചലച്ചിത്ര അക്കാദമിക്കെതിരെ KB ഗണേഷ് കുമാർ MLA. ഫെസ്റ്റിവൽ നടത്താനും ഫിലിം അവാർഡ് കൊടുക്കാനുമുള്ള ഓഫീസായി ചലച്ചിത്ര അക്കാദമി അധപ്പതിച്ചു. അക്കാദമിയുടെ കോൺസെപ്റ്റ് അങ്ങനെയല്ലെന്നും ഗണേഷ് കുമാർ. KR നാരായണൻ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിലെ പ്രശ്നം സർക്കാർ പരിഹരിക്കുമെന്ന് KB ഗണേഷ് കുമാർ MLA. സർക്കാർ വിദ്യാർത്ഥികൾക്കെതിരല്ലെന്നും ഗണേഷ് കുമാർ പറഞ്ഞു. ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിലെ വിഷയങ്ങൾ പരിഹരിക്കണമെന്ന് സംവിധായകൻ വിപിൻ ദാസും. നിയമസഭാ പുസ്തകോത്സവത്തിലെ പുസ്തക പ്രകാശന വേദിയിലാണ് ഇരുവരുടെയും പരാമർശം. കൊച്ചിയിൽ കൊടിതോരണം കഴുത്തിൽ കുടുങ്ങി ഇരുചക്ര യാത്രക്കാരന് പരിക്ക്. കൊച്ചി താലൂക്ക് ഓഫീസിലെ ജീവനക്കാരനായ സിബുവിനാണ് പരിക്കേറ്റത്. കൊച്ചിൻ കാർണിവലിന്റെ ഭാഗമായി കെട്ടിയ തോരണമാണ് കഴുത്തിൽ കുടുങ്ങിയത്. റൺവേ റീസർഫേസിംഗ് ജോലികൾക്കായി കരിപ്പൂരിൽ വിമാന സമയം പുനഃക്രമീകരിച്ചു. ഈ മാസം 15 മുതൽ 6 മാസത്തേക്ക് ഇവിടെ നിന്ന് പുറപ്പെടുന്നതും ഇറങ്ങുന്നതുമായി വിമാനങ്ങളുടെ സമയമാണ് പുനഃക്രമീകരിച്ചത്. എല്ലാ ദിവസവും രാവിലെ 10 മുതൽ വൈകിട്ട് 6 വരെയാണ് റൺവേ റീസർഫേസിംഗ് ജോലികൾ നടക്കുക. ഈ സമയത്ത് റൺവേ പൂർണ്ണമായും അടച്ചിടും. അങ്കമാലിയിൽ വൻ കഞ്ചാവ് വേട്ട. 1 കിലോ 170 ഗ്രാം കഞ്ചാവ് പിടികൂടി. മുന്നൂർപ്പിള്ളി സ്വദേശി വടക്കൻ വീട്ടിൽ ആൽബിൻ മാത്യുവിനെ അറസ്റ്റ് ചെയ്തു. ബഫർ സോൺ വിഷയത്തിൽ സർക്കാരിനെതിരെ മുസ്ലിം ലീഗ് നേതാവ് PK കുഞ്ഞാലിക്കുട്ടി. സംസ്ഥാന സർക്കാർ ഇക്കാര്യത്തിൽ ഗുരുതരമായ അലംഭാവം കാട്ടി. എല്ലാ കാര്യത്തിലും ഒച്ചിന്റെ വേഗതയാണെന്നും കുഞ്ഞാലിക്കുട്ടി. ദേശീയ സൈക്കിൾ പോളോ താരം ഫാത്തിമ നിത മരിച്ചതുമായി ബന്ധപ്പെട്ട് സൈക്കിൾ പോളോ ഫെഡറേഷൻ സെക്രട്ടറി ഹൈക്കോടതിയിൽ ഹാജരായി വിശദീകരണം നൽകി. നിതയുൾപ്പെടെയുള്ള ടീം അംഗങ്ങൾക്ക് ഭക്ഷണവും താമസ സൌകര്യവും നൽകിയിരുന്നു. ടീം അംഗങ്ങൾ അവരുടെ ഇഷ്ടപ്രകാരമാണ് താമസ സൌകര്യം തെരഞ്ഞെടുത്തതെന്നും സെക്രട്ടറി. സംസ്ഥാന സർക്കാരിനെതിരെ BJP നേതാവ് പ്രകാശ് ജാവ്ദേക്കർ. കേന്ദ്രം ഫണ്ട് തരുന്നില്ലെന്ന സംസ്ഥാനത്തിന്റെ പരാതി കള്ളമാണ്. UPA സർക്കാർ നൽകിയതിന്റെ 4 മടങ്ങാണ് മോദി സർക്കാർ നൽകിയത്. പെട്രോളിന് കേന്ദ്രം എക്സൈസ് നികുതിയിൽ നിന്ന് 13 രൂപ കുറച്ചപ്പോൾ കേരളം ഒഴികെയുള്ള വിവിധ സംസ്ഥാനങ്ങൾ ആകുന്നതുപോലെ നികുതി കുറച്ചു. എന്നാൽ കേരളം കുറച്ചത് 1% മാത്രമാണെന്നും പ്രകാശ് ജാവ്ദേക്കർ. കൊച്ചി ആസ്ഥാനമായുള്ള സോഫ്റ്റ്വെയർ കമ്പനിയായ ജൂൺ IT സൊല്യൂഷൻസ് ഓസ്ട്രേലിയയിലേക്കും പ്രവർത്തനം വ്യാപിപ്പിക്കുന്നു. സൈബർ സുരക്ഷ, ലോജിസ്റ്റിക്സ്, ബാങ്കിംഗ്, ഇ-കൊമേഴ്സ് തുടങ്ങിയ മേഖലകളിലായിരിക്കും ഓസ്ട്രേലിയയിൽ തുടങ്ങുന്ന സ്ഥാപനം സേവനം നൽകുക. ജൂൺ CEO ജിമ്മി, ജൂൺ ഓസ്ട്രേലിയ പ്രസിഡന്റ് ഇർഫാൻ മാലിക് എന്നിവരുടെ നേതൃത്വത്തിൽ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കും. തൊഴിലാളി സമരത്തെ തുടർന്ന് അടച്ചുപൂട്ടിയ ഏലൂർ VRL ലോജിസ്റ്റിക്സിൽ ഒത്തുതീർപ്പിന് സാധ്യത. മാനേജ്മെന്റും തൊഴിലാളികളുമായി നാളെ ചർച്ച നടക്കും. വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറെന്ന് CITUവും INTUCയും അറിയിച്ചു.
മംഗളൂരുവിൽ ലഹരി കേസിൽ മലയാളി ഡോക്ടർമാർ അടക്കം 9 പേർ അറസ്റ്റിൽ. കാസർഗോഡ് സ്വദേശികളായ ഡോക്ടർ സമി, ഡോക്ടർ നാദിയ സിറാജ് എന്നിവരടക്കമാണ് പിടിയിലായത്. പിടിയിലായ മറ്റുള്ളവരും മെഡിക്കൽ ഡെന്റൽ കോളേജുകളിലെ വിദ്യാർത്ഥികളും ഡോക്ടർമാരുമാണ്. കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ 2 ദിവസത്തെ പോലീസ് കസ്റ്റഡിയിൽ വിട്ടു. ഇടുക്കിയിൽ വഴിയിൽ കിടന്നു കിട്ടിയ മദ്യം കഴിച്ച് അവശരായി ചികിത്സയിലായിരുന്നവരിൽ ഒരാൾ മരിച്ചു. അടിമാലി സ്വദേശി പടയാട്ടിൽ കുഞ്ഞുമോനാണ് മരിച്ചത്. ഒപ്പം മദ്യപിച്ച കീരത്തോട് സ്വദേശി മനു, അടിമാലി സ്വദേശി അനിൽ എന്നിവർ കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. പാലക്കാട് ദേശീയപാതയിൽ എതിർദിശയിൽ വാഹനമോടിച്ച് ലോറി ഡ്രൈവർ. 5 വാഹനങ്ങളെ ഇടിച്ചാണ് ലോറി പാഞ്ഞുപോയത്. മദ്യലഹരിയിൽ വാഹനമോടിച്ച ഒറ്റപ്പാലം ലക്കിടി സ്വദേശി പ്രദീപിനെ അറസ്റ്റ് ചെയ്തു. കരിപ്പൂർ വിമാനത്താവളത്തിൽ വീണ്ടും വൻ സ്വർണ്ണവേട്ട. എയർ കാർഗോ വഴി കടത്താൻ ശ്രമിച്ച 2.55 കോടിയുടെ സ്വർണം പിടികൂടി. കാപ്പാട് സ്വദേശി ഇസ്മയിൽ, അരിമ്പ്ര സ്വദേശിയായ അബ്ദുൾ റൌഫ്, നാനത്ത് എന്നിവർ അറസ്റ്റ്. കർണാടകയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ റാലിയിൽ സുരക്ഷാ വീഴ്ച. ബാരിക്കേഡ് മറികടന്ന് യുവാവ് മോദിയുടെ അടുത്തെത്തി. മാലയുമായി എത്തിയ പ്രധാനമന്ത്രിയുടെ വാഹനത്തിനരികിലെത്തിയ യുവാവിനെ സുരക്ഷാ ഉദ്യോഗസ്ഥർ തടഞ്ഞു. ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന് 164 കോടി രൂപ തിരിച്ചടയ്ക്കാൻ നോട്ടീസ്. സർക്കാർ ചിലവിൽ പാർട്ടി പരസ്യം പത്രങ്ങളിൽ നൽകിയ സംഭവത്തിൽ ഗവർണറുടെ നിർദ്ദേശമനുസരിച്ചാണ് നടപടി. ഡയറക്ടറേറ്റ് ഓഫ് ഇൻഫർമേഷൻ ആൻഡ് പബ്ലിസിറ്റിയാണ് നോട്ടീസ് നൽകിയത്. ഉത്തരേന്ത്യയിൽ അതിശൈത്യം തുടരുന്നു. 24 മണിക്കൂറിൽ മൂടൽമഞ്ഞിന് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. ഉത്തർപ്രദേശിലും ബീഹാറിലും മൂടൽമഞ്ഞ് ശക്തമായേക്കും. ഡൽഹി ഓട്ടോ എക്സ്പോ തുടരുന്നു. ആദ്യ ദിവസമായ ഇന്നലെ നിരവധി വാഹനങ്ങൾ അവതരിപ്പിച്ചു. കൊമേഴ്ഷ്യൽ, പാസഞ്ചർ വിഭാഗങ്ങളിലായി 59 വാഹനങ്ങളാണ് ഇന്നലെ ലോഞ്ച് ചെയ്തത്. അമേരിക്കയിലെ ടെക്സസിൽ സാങ്കേതിക തകരാറുകളെ തുടർന്ന് താറുമാറായ വിമാന സർവീസുകൾ പുനഃസ്ഥാപിച്ചു. 640 വിമാന സർവീസുകൾ റദ്ദാക്കുകയും 3700 വിമാനങ്ങൾ വൈകുകയും ചെയ്തിരുന്നു. പൈലറ്റുമാർ ഉൾപ്പെടെ ജീവനക്കാർക്ക് വിവരങ്ങൾ കൈമാറുന്ന സംവിധാനമായ നോട്ടാംസിന്റെ അപ്ഡേറ്റിനെ ബാധിക്കുന്ന വിധമാണ് സാങ്കേതിക തടസ്സം ഉണ്ടായത്. ന്യൂസ് 18 എക്സ്പ്രസ് പൂർണ്ണമാകുന്നു. നമസ്കാരം.